ഈ പ്രൊട്ടക്ഷൻ എല്ലാം തുടങ്ങിയത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണെങ്കിൽ പോലും ആ കാരണം ഇല്ലാതായിട്ട് പോലും പ്രൊട്ടക്ഷൻ നിരന്തരം തുടരുകയും അത് ഇത്തരത്തിലുള്ള ഒരു വലിയ അട്ടിമറിയിലേക്ക് കലാശിക്കുകയാണ് ചെയ്തത്. പൊതുവെ ബംഗ്ലാദേശിനകത്തുള്ള ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഒരു ആന്റി ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, ഷെയ്ഖ് ഹസീനക്കെതിരെയുള്ള ഒരു ഫീലിംഗിനെ ആന്റി ഇന്ത്യ ഫീലിംഗ് ആയി മാറുകയും ആ ആന്റി ഇന്ത്യ ഫീലിംഗ് ആന്റി ഹിന്ദു ഫീലിംഗ് ആയി മാറുകയും ചെയ്യുന്ന ഒരു ഗ്രാജുവൽ പ്രോഗ്രഷനാണ് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ബംഗ്ലാദേശിൽ കാണുന്നത്. പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന അപ്പം ഇന്ത്യയിലാണ് താമസിക്കുന്നത്, ഡൽഹിയിലാണുള്ളത്. അപ്പം ഇന്ത്യ ആണ് ഈ ബംഗ്ലാദേശിന്റെ ശത്രുക്കളെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ജനറലി അവർക്കിടയിലുണ്ട്. ഇത് കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, യൂനസിനെ കവർ ചെയ്തിട്ടുണ്ട്, യൂനസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ. ആ സമയത്തല്ല, യൂനസിന് അമേരിക്കയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് യൂനസ്. ഈ മൈക്രോ ക്രെഡിറ്റുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിൽ വലിയൊരു വിപ്ലവം, അതായത് സ്ത്രീകൾക്കിടയിൽ വലിയ ഒരു രീതിയിലുള്ള ഒരു ഇക്കണോമിക് എംപവർമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് 2009 ഒരു പ്രസിഡന്റ് വ്യാമോഹം വരികയും അതോടുകൂടെ ഷെയ്ഖ് ഹസീനയുമായി തെറ്റിപ്പിരിഞ്ഞ് ആകെ പ്രശ്നങ്ങളാവുകയും അങ്ങനെ അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ കോൺടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹിലാരി ക്ലിന്റന്റെ വളരെ അടുത്ത സുഹൃത്താണ് യൂനസ്. ഇത്തരത്തില് ഈ അട്ടിമറി എന്നത്, അതായത് ഷെയ്ഖ് ഹസീനയുടെ അട്ടിമറി എന്നത് അമേരിക്കയിൽ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയുടെ തന്നെയാണെന്നാണ് ബംഗ്ലാദേശിലും ഒരുവിധം ഇതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ ബൈഡന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷനകത്താണ് ഇതെല്ലാം നടന്നിരുന്നത്. പക്ഷെ ഈ യൂനസും ട്രംപുമായിട്ടുള്ള ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്ര സുഗമമല്ല. അതായത് ട്രംപിനെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ യൂഎസിന്റെ ട്വീറ്റ്സും അത് പരസ്പരമുള്ള ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ നമ്മളെല്ലാവരും വെളിയിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ബംഗ്ലാദേശിനെതിരെ കൂടുതൽ ശക്തമായ നിലപാടുകൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് വിചാരിക്കുകയാണെങ്കിൽ തിരിച്ച് ഷെയ്ഖ് ഹസീനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതെല്ലാം സംഭവിക്കാണ്. കാരണം വളരെ വൾണറബിൾ ആയിട്ടൊരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അത്ര വലിയ രാജ്യങ്ങളും അമേരിക്കൊന്നും വേണ്ട. ഇന്ത്യ തന്നെ, ഇന്ത്യയുടെ 4 ഭാഗം ഇന്ത്യയും ഒരു ഭാഗത്ത് വെള്ളമായിട്ട് നടക്കുന്ന ഒരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ന്യൂസൻസ് ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. കാരണം അതിന്റെ ബോർഡർ ഈ എല്ലാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ബോർഡറും ബംഗ്ലാദേശ് അവർ ചേർന്ന് കിടക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ മേ ബി ഇന്ത്യയും അമേരിക്കയും മറ്റു ലോക രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് ബംഗ്ലാദേശിൽ ഒരു കളമൊരുക്കുകയാണ് നന്നായിരിക്കും. പക്ഷെ ആ ജനാധിപത്യ പുനഃസ്ഥാപനത്തിനകത്തും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു വസ്തുത. അപ്പം ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്കാണ് അധികാരം മാറ്റം സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആളുകളിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.